പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെച്ചു. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശ്ശേരിയാണ് പാലക്കാട് നിന്ന്. നിഖിൽ, വിവരങ്ങൾ. കൃഷ്ണ ഡാർട്ട് ചെയ്ത് പുലിയെ ഇവിടെ നിന്ന് കൂട്ടിലാക്കി കൊണ്ടുപോകുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടി എന്നോണം ഡോസ് മയക്കുവെടി ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. പുലിക്കരികിലേക്ക് ഇപ്പോൾ RRT സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പുലിയെ കൂട്ടിലേക്ക് മാറ്റാൻ, ആ കൂടും വളരെ അരികിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. RRT സംഘം ഇപ്പോൾ ആ കൂട് പുലിക്ക് വളരെ അരികിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി പുലിയെ അതിൽ കയറ്റി കൊണ്ടുപോകാനുള്ള നടപടിയാണ്. ആദ്യ ഡോസ് നൽകിയപ്പോൾ പുലി മയങ്ങി തുടങ്ങിയെന്ന് കരുതിയെങ്കിൽ അത് ഉണ്ടായിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അരികിലേക്ക് എത്തുമ്പോൾ ഈ പുലി പ്രതിരോധിക്കുന്നുണ്ട്, പുലി മുരളുന്നുണ്ട്. അവിടെ നിന്ന് എഴുന്നേൽക്കാനും മറ്റുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനർത്ഥം ആദ്യ ഡോസിൽ മയങ്ങി തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഇരുഭാഗത്തു നിന്നും പുലിയെ പ്രതിരോധിച്ചുകൊണ്ട് ആ കൂടിനകത്തേക്ക് കയറ്റാൻ പൂർണ്ണമായി പുലി റിലീസായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അവിടെ ഇപ്പോൾ ചെറിയൊരു ഇതിലാണ് പുലി കുരുങ്ങിക്കിടക്കുന്നത്. ആ കൂട് വളരെ അരികിലേക്ക് ഈ കൂട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ RRT സംഘവും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ പുലി ഒരു പക്ഷേ ക്ഷീണിതനായിട്ടുണ്ടാകും, പെട്ടെന്ന് തന്നെ മയങ്ങി തുടങ്ങും എന്നാണ് കരുതിയിരുന്നെങ്കിൽ ഇതാ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊക്കെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാലിൽ ഒരു ചെറിയ കുരുക്കും നിലവിലത്തെ സാഹചര്യത്തിൽ ഉള്ളത്. വളരെയധികം ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലിവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. കാരണം പുലി മയങ്ങിയിരിക്കും എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ വളരെ അരികിലേക്ക് പുലിക്ക് അരികിലേക്ക് കൂടുമായി എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ കൂട്ടിലേക്ക് കയറാൻ ഒട്ടും തന്നെ പുലി തയ്യാറാകാത്ത ഒരു സാഹചര്യം. ഇരുഭാഗത്തു നിന്നും പോലീസിന്റെ കയ്യിലുള്ള അവർ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന സാധനം അത് വെച്ചുകൊണ്ട് ഈ ഭാഗങ്ങളിൽ നിന്നും ഒരു കവചം തീർത്തുകൊണ്ട് ഈ കൂടിനകത്തേക്ക് പുലിയെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സമയത്തെല്ലാം തന്നെ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കൂടിന്റെ കേജ് അതങ്ങനെ തുറക്കുകയാണ്, എന്നിട്ട് അതിനുള്ളിലേക്ക് ആക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. അതിനു വേണ്ടിയിട്ടാണ് അവർ തീവ്രമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പുലർച്ചെയാണ് ഈ കൊല്ലങ്കോട് ഈ തെങ്ങും തോട്ടത്തിൽ അവിടുത്തെ മതിലിൽ അവിടുത്തെ കമ്പിവേലിയിൽ ഈ പുലി കുരുങ്ങിക്കിടക്കുന്നതായി പ്രദേശവാസികൾ കണ്ടത്. ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നെങ്കിലും വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി ഇത്ര സമയം കാത്തിരിക്കേണ്ടി വന്നു. കാരണം വെറ്ററിനറി ഡോക്ടർ അടക്കം സംഭവ സ്ഥലത്ത് എത്തിയ ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നറിയിക്കുകയായിരുന്നു. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പലതരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. പലതരത്തിൽ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ അടക്കം പാഞ്ഞെടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് പുലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശങ്കാജനകമായ സാഹചര്യമാണ്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യം. ആളുകളെ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 200 മീറ്റർ അപ്പുറത്തേക്കൊക്കെ ആളുകളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള സാഹചര്യം. പുലിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും സമയം കുരുങ്ങിക്കിടന്നത് കൊണ്ട് തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മുതലെടുത്തുകൊണ്ട് പരമാവധി വേഗതയിൽ ഇതിനുള്ളിലേക്ക് ഈ കൂടിനകത്തേക്ക് തന്നെ പുലിയെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തത്സമയം അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൃഷ്ണ, നമ്മളോണ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ നീ ഒന്നും ചെയ്യണ്ട. ഓക്കെ.
സുരക്ഷിതമായി പുലിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അടുത്ത നടപടി. എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെയധികം പ്രയാസപ്പെട്ടെങ്കിലും അവർക്കിപ്പോൾ ഇതിനെ കൂട്ടിലേക്ക് ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. നമുക്ക് അല്പം കൂടി അരികിലേക്ക് വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ്. പുലിയെ കൂട്ടിലാക്കി കഴിഞ്ഞു. വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ. അവിടുന്ന് തള്ളി നീക്കിക്കൊണ്ട് കൊണ്ടുപോവുകയാണ്. വളരെയധികം പ്രയാസപ്പെട്ടാണ്. ഈ കമ്പിക്കുരുക്കിലാണ് പുലി കുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളം ഇവിടെ കുരുങ്ങി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് അതിലൂടെ എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. വളരെ സാഹസികമായി ജീവൻ പണയം വെച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്ത്രപരമായി കൂടി ആ പുലിയെ കൂട്ടിൽ കയറ്റിയത്. പുലി ക്ഷീണിതനാണ്. ഒരു ഡോസ് മയക്കുവെടിയുടെ ക്ഷീണമുണ്ടായിരുന്നു. എങ്കിലും ഈ പറയുന്നത് പോലെ ഇത്രയും ആൾക്കാർ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഒരു ഭീതി കൊണ്ടോ എന്തോ പുലി ചെറുത്തു നിൽക്കാനുള്ള ശ്രമം അതെല്ലാം അതിജീവിച്ചിപ്പോൾ പുലി കൂട്ടിലായിരിക്കുകയാണ്. നിഖിൽ ഇപ്പോൾ കൂടുതൽ അവിടെ അടുത്തെത്തി എന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്താണ് അടുത്ത നീക്കം? പുലിയെ എങ്ങോട്ട് കൊണ്ടുപോകും? എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയുള്ള നടപടികൾ? അടുത്ത നടപടി ഏത് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ്? ഏതാ ഫോറസ്റ്റ് സ്റ്റേഷൻ ഏറ്റവും അടുത്തുള്ളത് അവിടേക്കായിരിക്കും പുലിയെ ഇനി കൊണ്ടുപോകുക. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും വേഗം പുലിയെ ഇവിടെ നിന്ന് മാറ്റണം. അതിന് ചികിത്സ നൽകേണ്ടതുണ്ട്. കാരണം മണിക്കൂറുകളോളം കുരുങ്ങിക്കിടന്ന പുലിയാണ്. മണിക്കൂറുകളോളം ഒരു കുരുക്കിലിനെ കുരുങ്ങിക്കിടന്ന പുലിയാണ്. സ്വാഭാവികമായിട്ടും അതിന് ചികിത്സ എത്രയും വേഗത്തിൽ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗത്തിൽ ഇവിടെ നിന്ന് ശേഷം മതിയായി നൽകുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ചു. അല്പസമയം മുമ്പാണ് പുലിയെ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് കയറ്റിയത്. ഈ കൂട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമം. കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപ് ഈ കമ്പിവേലിയിൽ കുരുങ്ങിയ പുലി, അതിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു ഡോസ്. നിഖിൽ പ്രമേഷ് തുടരുന്നു. നിഖിൽ, തുടരാം. കൃഷ്ണദാപ്പ പുലിയെ ആ കേജിലാക്കി അതിങ്ങനെ കൊണ്ടുപോവുകയാണ്. ധോണിയിൽ നിന്ന് എത്തിച്ച കൂടാണ്. ആ കൂട്ടിൽ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു ഇതിനെ കൂട്ടിലേക്ക് ആക്കാൻ വേണ്ടി. കാരണം ആ കുരുക്കിൽ അങ്ങനെ കുരുങ്ങി തന്നെ നിൽക്കുകയായിരുന്നു പുലി. അതുകൊണ്ട് തന്നെ അതിനെ വാഹനത്തിലേക്ക്, വനംവകുപ്പിന്റെ പ്രത്യേക വാഹനത്തിലേക്ക് മാറ്റുകയാണ്. അവിടെ നിന്ന് നേരെ ഏതെങ്കിലും ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുക. അത് ഏത് സ്റ്റേഷനിലേക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത നിലവിലത്തെ സാഹചര്യത്തിൽ വന്നിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഓക്കെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വനംവകുപ്പ് ഒരു അന്തിമ തീരുമാനം നിലവിലത്തെ സാഹചര്യത്തിൽ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ ഇതിനെ ഒരു വെറ്ററിനറി സർജന്റെ അടുത്തേക്ക് മാറ്റും. കാരണം മതിയായിട്ടുള്ള ചികിത്സ അടക്കം എന്തായാലും നൽകേണ്ടതുണ്ട്. ഇത്രയധികം സമയം കൂട്ടിൽ ഈ കമ്പിക്കുരുക്കിൽ അതിജീവിച്ചതാണ്. അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഈ ആദ്യ മയക്കുവെടിയുടെ ആദ്യപ്പോൾ തന്നെ ആ തരത്തിലൊരു ക്ഷീണിതനായി മാറുകയും എന്നിരിക്കെ പോലും ഈ തൻ്റെ അരികിലേക്ക് വന്ന, ഈ കൂട്ടിലാക്കാൻ വേണ്ടി അരികിലേക്ക് വന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ മുരളുകയും പാഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഒരു മയക്കത്തിൻ്റെ ഒരു ആലസ്യത്തിലേക്ക് ഏറെക്കുറെ മാറിക്കഴിഞ്ഞു ഈ പുലി. ഏറെ നാൾ, ഒരുപാടധികം കാലം ഈ പ്രദേശവാസികളെ ആകെ ആശങ്കയിലാക്കിയ ഒരു പുലി തന്നെയാണ്. അതിനെയാണ് ഇപ്പോൾ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 2 പുലികളുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിലൊരു പുലി ഏറെക്കാലമായി ഞങ്ങളെ ആശങ്കയിലാക്കിയിരുന്ന, ഭീതിയിലാക്കിയിരുന്ന ഒരു പുലിയാണ് ഇത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനെയാണ് ഇന്നിപ്പോൾ രാവിലെ ഈ തെങ്ങിൻ തോപ്പിൽ ഇത്തരത്തിൽ കുരുങ്ങിക്കിടക്കുന്നതിൽ, കമ്പിവേലിയിൽ കുരുങ്ങിക്കിടക്കുന്നതിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇതുവരെയും അതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു ഫയർഫോഴ്സും വനംവകുപ്പും RRT സംഘവും പോലീസും എല്ലാം ചേർന്ന് നടത്തിയിരുന്നത്. ഇപ്പോഴിതാ ഏതാണ്ട് കൂട്ടിലാക്കി കഴിഞ്ഞു, പൂർണ്ണമായി കൂട്ടിലാക്കി കഴിഞ്ഞു. ഇവിടുന്ന് പാലൊക്കെ അതിനെ കണ്ട് ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ വാഹനത്തിൽ കയറ്റി ഈ പുലിയെ ഇവിടെ നിന്ന് മാറ്റും. അത് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്, ഇത്രയും വേഗത്തിൽ എവിടേക്കാണ് മാറ്റേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചൊരു കൃത്യമായ രൂപം വന്നിട്ടില്ല. കാരണം ഏറ്റവും അടുത്ത
നല്ല ചികിത്സ നൽകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു കേന്ദ്രത്തിലേക്കായിരിക്കും മാറ്റുക. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോസ് മയക്കുവെടി മാത്രമാണ് നൽകിയത്. ഒരു ഡോസ് നൽകിയപ്പോൾ തന്നെ ഇത് മയക്കത്തിലായി. അതിനുശേഷം ഇതിനിപ്പോൾ കൊണ്ടുപോകുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ വാഹനത്തിൽ കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണ, നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൊല്ലങ്കോട് വീട്ടുവളപ്പിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ അല്പസമയം മുമ്പാണ് മയക്കുവെടി വെച്ചത്. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തിയാണ് പുലിയെ മയക്കുവെടി വെച്ചത്. അതീവ ദുഷ്കരമായ സാഹസികമായ ഒരു ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ പുലി കൂട്ടിലായി. ഏറ്റവും അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പുലിയെ കൊണ്ടുപോകുമെന്നാണ് നിഖിൽ പ്രമേശ് പറയുന്നത്. നിഖിൽ, എന്തു തന്നെയായാലും എവിടേക്ക് കൊണ്ടുപോയാലും ആദ്യ പരിഗണന പുലിക്ക് വേണ്ട ചികിത്സ നൽകുക എന്നത് തന്നെയല്ലേ? അതായത് ക്ഷീണിതനായ പുലി, അതേപോലെ തന്നെ മയക്കുവെടിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുതന്നെയല്ലേ ഇനി അടുത്ത നീക്കം? തീർച്ചയായിട്ടും കൃഷ്ണ, അപ്പൊ കൂട്ടിൽ നിന്ന് ആ അവരുടെ വാഹനത്തിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. ആറാട്ടിയുടെ വാഹനത്തിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ അവർ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. വെറ്ററിനറി സർജന്റെ അരികിലേക്ക് എത്തിക്കുക, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുക, അതിനുള്ള മതിയായിട്ടുള്ള ചികിത്സ നൽകുക. തുടർന്നായിരിക്കും എവിടെ വിടണം എന്ന കാര്യങ്ങളൊക്കെ തുടർന്നായിരിക്കും തീരുമാനിക്കുക. കാരണം ഇത്രയധികം സമയം ഇപ്പോഴും അത് പ്രതിരോധിക്കുന്നു. ഇപ്പോഴും ഇത് ആളുകൾക്ക് നേരെയൊക്കെ ഇങ്ങനെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നേരെ മുരളുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ കൂടെ ഇപ്പോൾ ആറാട്ടിയുടെ വാഹനത്തിന് എത്തിക്കുന്നത് അത് സുരക്ഷിതമായി അവിടെ കെട്ടിവെച്ച ശേഷമാണ് ഇനി ഇവിടെ നിന്ന് ഈ വാഹനം കൊണ്ടുപോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എവിടേക്കാണ് അവിടെ ചികിത്സ നൽകാനുള്ള ക്രമീകരണം അതൊക്കെ തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റേറ്റർ ഇപ്പോൾ നമ്മളിപ്പം ഉണ്ട്. സാർ എങ്ങോട്ടാണ് മാറ്റുന്നത്? ഡോക്ടറായിട്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഡോക്ടറായി സംസാരിച്ച ശേഷം ഏത് തരത്തിലുള്ള ചികിത്സയാണ് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം അതത് കേന്ദ്രങ്ങളിലേക്ക്, ഒരുപക്ഷെ ധോണിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ കൊല്ലങ്കോട് അടുത്ത് തന്നെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകളിലേക്കായിരിക്കും മാറ്റുക. അവിടെ വെച്ച് മതിയായിട്ടുള്ള ചികിത്സ നൽകുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് സുരക്ഷിതമായി കൊണ്ടുപോകാൻ, അതായത് ഈ കൂട് വെറുതെ ഈ വാഹനത്തിന് ആറാട്ടിയുടെ വാഹനത്തിന് മുകളിൽ കയറ്റി വെച്ചാൽ പോരാ, അത് സുരക്ഷിതമായി തന്നെ അത് റോപ്പൊക്കെ ഉപയോഗിച്ച് അത് കെട്ടിവെച്ച ശേഷം ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. പൂർണ്ണ മയക്കത്തിലേക്ക് ഇതുവരെ ഈ പുലി എത്തിയിട്ടില്ല. ഇപ്പോഴും ആളുകൾ ഇതിന് തൊട്ടരികിൽ നിൽക്കുമ്പോൾ അവരോടൊക്കെ മുരളുന്നും അവരോടൊക്കെ പ്രതികരിക്കുന്നതും ഒക്കെ ഉണ്ട്. അതിനർത്ഥം പൂർണ്ണമായ മയക്കത്തിലേക്ക് ഈ പുലി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി മയങ്ങാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അത് പൂർത്തിയായ ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി ഇപ്പോഴുള്ള ആളുകളോടൊക്കെ നമ്മൾ രാവിലെ വന്ന് അവരോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത്, മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ മേഖലയിൽ ആശങ്ക വിതച്ച് ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുലിയാണിത്. നിരന്തരം ഇവർ ജോലിക്ക് ആശങ്കയിലാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പുലിയാണ്. ആ രാവിലെ ഇന്നിപ്പോൾ പുലർച്ചയോടുകൂടി ഇവിടെ കമ്പിവേലിയിൽ കുരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടുകൂടി അവർക്കൊരു ആശ്വാസമായി മാറുകയാണ്. പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിഖിൽ പ്രമേശ്.